സ്നോഫോൾ ഇല്ലാതെ തന്നെ മനുഷ്യന് ജീവിക്കാൻ വയ്യ. സ്നോഫോൾ കൂടെ നിനക്ക് വേണം അല്ലേ? വണ്ടിയിൽ പെതുക്കാണ് ഓടിക്കും. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിരങ്ങി ഇങ്ങ് പോകും. കാശ്മീരി വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. കാശ്മീർ വ്ളോഗിൻ്റെ പാർട്ട് 6 ആണിത്. അപ്പോൾ സോനാമർഗിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. സോനാമർഗിൽ നിന്ന് പെഹൽഗാമിലേക്ക് 4-4.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ബോറടിക്കാത്ത അടിപൊളി യാത്രയാണ്. വണ്ടി വന്നു. നമ്മൾ ഇവിടെ ഇതെങ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ആർമിയുടെ വണ്ടിയാണ് ഈ റോഡിൽ. ഇപ്പം നമ്മൾ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ഇത് ലഡാക്കിൽ നിന്ന് വന്നതാണ്. ഡ്രൈവറിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു 2 ദിവസമല്ല. എന്നിട്ട് വീണ്ടും ഇനി ആൾക്കാർ പോകാൻ വേണ്ടിയാ പിന്നെ വെച്ചേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഗൈസ് എനിക്ക് 2 ഫൺ ഫാക്ട്സ് പറയാനുണ്ടായിരുന്നു. ഇതൊക്കെയാന്ന് പറയട്ടെ. ഒരു ഫാക്ട്, നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് നാഷണൽ ഹൈവേ 1 ആണ്. പിന്നെ അതുകൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിന് ശരിക്കും 2 ക്യാപിറ്റൽ ഉണ്ട്. ഒരു ക്യാപിറ്റല് കാശ്മീർ തന്നെയാണ്, എന്നുവെച്ചാൽ ശ്രീനഗർ. ശ്രീനഗർ ശരിക്കും ഇവിടുത്തെ സമ്മർ ക്യാപിറ്റലാണ്. സമ്മർ സീസണിലുള്ള ക്യാപിറ്റലാണ് ശ്രീനഗർ. വിന്റർ സീസണിലുള്ള ക്യാപിറ്റല് ശരിക്കും ജമ്മു ആണ്. ഇപ്പൊ 2 ക്യാപിറ്റലുണ്ട് ജമ്മു കാശ്മീർ. അമ്മയ്ക്ക് അതറിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. ഓപ്പൺ ചെയ്യേണ്ടിയായിരുന്നു, ഓപ്പൺ ചെയ്തില്ല. ഓപ്പൺ ചെയ്താൽ വളരെ നല്ലതാണ്. നമുക്ക് ഇവിടുത്തെ ഈ ലോക്കൽ വണ്ടി വിളിക്കേണ്ടി വരുന്നത് നമ്മുടെ വണ്ടി തന്നെ ഇവിടെ വരുമായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയില്ല. അവിടെയാണ് കഴിച്ചിട്ടുണ്ട്. ये कहाँ जाने के लिए ये गाड़ी? ले लद्दाख ये सब जाएगा क्या? वो तो जाएगा खाली टूरिस्ट नहीं जाएगा, इसके लिए रिस्की है. ये स्लोली ऐसे जाएगा होगा. हाँ ये जाएगा. അപ്പം നമ്മള് നമ്മുടെ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പം വരും. ഇപ്പം നമ്മൾ ഗഗൻഗീർ എത്തി. ഇനിയും ഇവിടുന്ന് നമ്മൾ പെഹൽഗാമിലോട്ട് പോകുന്നത് നമ്മുടെ ഓൺ ഡ്രൈവർ. ഇത് പുള്ളി പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മള് ഇന്നലെ കുതിരപ്പുറത്ത് പോയത് 800 റുപ്പീസ് അല്ലേ പെർ ഹെഡ്. ചില സമയത്തൊക്കെ ചില സമയത്ത് 2000 ആദ്യം ചോദിച്ച 2000. ഇപ്പം ഓരോ ടൈമാണ് കേട്ടോ. നിങ്ങൾ വരുന്ന സമയത്തിന്റെ അനുസരിച്ച് നല്ല റേറ്റ് ആയിരിക്കും. ഇപ്പോഴാണ് ഇത്രയും ഡിമാൻഡ് ആയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസം മുമ്പ് സ്നോഫോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും മഞ്ഞ് അവിടെ വന്നത്. നമ്മൾ വന്ന സമയം അടിപൊളിയായിരുന്നു. പക്ഷെ സ്നോഫോൾ കാണാൻ പറ്റിയില്ല. പക്ഷെ രാവിലത്തെ ആ മഞ്ഞ് കാറ്റ് അല്ലേ? അതെ, സ്നോഫോൾ ഇല്ലാതെ തന്നെ മനുഷ്യന് ജീവിക്കാൻ വയ്യ. സ്നോഫോൾ കൂടെ നിനക്ക് വേണം അല്ലേ? അത് കൂടാതെ ഗൈസ്, എൻ്റെ കൈ ഞാൻ അറിയാതെ ഈ ഗ്ലൗസ് ഇല്ലാതെ സ്നോ എടുത്ത് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ കൈ ഡിസേബിൾ ആയി.
അത് നമ്മൾ കാണിക്കും മഞ്ജു അങ്ങോട്ട് ഇപ്പം. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ സമയം 10:45. അങ്ങോട്ടേക്ക് വണ്ടികൾ ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കൊന്ന് ചെയിൻ ഇടാത്ത വണ്ടിയൊക്കെ വിടുന്നുണ്ടെന്ന്. 2 ദിവസം ഇന്നലെ വരെ വിടുന്നില്ലായിരുന്നു ചെയിൻ ഇല്ലാണ്ട്. വണ്ടി കൊണ്ട് വന്നിട്ട് തെന്നി അടിച്ചു പോയി. ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നിരങ്ങി ഒരു ഒറ്റ വണ്ടി അങ്ങ് പോവാ, കൺട്രോളിലേ കിട്ടത്തില്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാം, പട്ടാളക്കാർ വരെ ചെയിൻ ഇട്ട വണ്ടി പെതുക്കെയാണ് ഓടിക്കുന്നത്. ചെയിൻ ഇട്ട വണ്ടിയിൽ പെതുക്കെയാണ് ഓടിക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിരങ്ങി ഇങ്ങ് പോരും. 2 ദിവസമായിട്ട് അവിടെ സ്നോഫോൾ കാരണം വണ്ടി വിടാൻ പറ്റാണ്ടിട്ടാണ്. നമ്മൾ വരുന്ന വഴി ഫുള്ള് പട്ടാളക്കാരുടെ വണ്ടിയായിരുന്നു. നമ്മൾ വരുന്നതിന് മുമ്പ് കുറേ വണ്ടികൾ ഒന്നിച്ചു പോയി. നമ്മളോർത്ത് എന്തോ ഇനി വല്ല യുദ്ധം നടന്നു അല്ലേ. അപ്പൊ അത് അവര് 2 ദിവസം മുമ്പേ അങ്ങോട്ട് മഞ്ഞില്ലാത്ത സമയത്ത് പോയതാണ്, പെട്ടുപോയി. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാതായി പോയി. ഇന്ന് മഞ്ഞ് കുറവുള്ളതുകൊണ്ട് അവരിറങ്ങിയതാണ്. അപ്പം നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഡ്രൈവർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിനി നമ്മുടെ പെഹൽഗാമിൽ പോവാണ് വണ്ടി. അവിടുത്തെ റിസോർട്ടാണെന്ന് പറയാൻ പറ്റും. അവിടുത്തെ ഹോട്ടലും നമ്മുടെ മൗണ്ട് വ്യൂവിന്റെ തന്നെ ബ്രദർ എന്ന് പറയാം. ഇത് മൊത്തം കേസറിന്റെ ഏരിയ ആണ്. ഇപ്പോൾ ഒന്നുമില്ല. കോൺസെപ്റ്റ് ടൈം സെപ്റ്റംബർ ഒക്ടോബർ. ആപ്പിളിന്റെ അതേ മോഡൽ തന്നെ. ആപ്പിളും അതേ സമയത്ത് തന്നെയാണുള്ളത്. ഇതും അതേ സമയത്ത് തന്നെയാണ്. ഇവിടാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഒരു ബോർഡുണ്ട്, വേൾഡ് ബെസ്റ്റ് സാഫ്രോൺ ഗ്രോസ് ഹിയർ. एक बोर्ड था, है ना? इधर कुछ एक बोर्ड आपने दिखाया था ना? हाँ, पामपुर വേൾഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഫ്രൻ ഗ്രോസ് ഹിയർ പോലത്തെ एक ബോർഡ് വരെയാണ്. നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഐഡിയാസ് ഒക്കെ തരുവാണ്. ഇവിടുത്തെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുകയാണ്. പാമ്പേഴ്സ് ഉണ്ടോ? നമ്മളിവിടെ കേസർ ഒക്കെ നോക്കാനായിട്ട് വന്നാണ്. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. ഉള്ളിലോട്ട് പോവാം. इसका स्मेल करके देखो, बिग ऑयल, एंटी डैंड्रफ, एंटी हेयर फॉल, ഓയില हेयर ऑयल। बट ये इधर फ्लाइट ये इसके अंदर होता है। निकाल का बोली तो क्वेश्चन करना 300 कितना के लिए बोला था? 1 ग्राम। हाँ, ये वाला चीज का मसाला मिलेगा क्या? ये है ये वाला चीज का मसाला। ये कैसे बनाता है? पानी में डाल के प्रॉपर बॉईल करना है, ठीक है? बॉईल किया उसके बाद अपनी मर्जी से इसमें हनी, जगरी, लेमन, शुगर। एडो इतना ग्लास नहीं, आगे 3 ग्लास के लिए कितने से? आधा चम्मच से भी कम। और इससे नहीं, नॉर्मल टी स्पून कैसे? इतना सा 1 पिंच बस काफी है। उसे 3 से इंग्रेडिएंट्स क्या है इसका? इसके अंदर होता है मैम और 11, ये ब्लेंड होता है 11 स्पाइसेस का। इसके अंदर 11 स्पाइसेस होता है। 11 सैफरन, ग्रीन टी, कार्डमम, सिनेमम, बहुत सारी बातें हैं। एंड पुറത്ത് എഴുതിട്ടുണ്ട്. ये किसके लिए होता है अच्छा? ये इम्यून सिस्टम के लिए अच्छा होता है। सर्दी खांसी वगैरह होता है ना कभी-कभी, उसके लिए भी अच्छा होता है। और आप उसके बाद ट्राई करो यहाँ का ये स्पेशल, ठीक है? वाला नहीं है ये कश्मीरी वाला। इनिशियल वाला नहीं स्टार्ट किया, मींस कश्मीरी ऐड। वॉलनट और कश्मीरी वॉलनट में डिफरेंस पता है क्या है? वॉलनट के अंदर क्या होता है? ऑयल नॉर्मली 20 to 30%, वॉलनट कश्मीरी मामले के अंदर क्या होता है? आपको मिलेगा പ്രസ് ചെയ്യുമ്പോൾ ഓയിൽ വരും. 90% ओमेगा 3, अनसैचुरेटेड फैटी एसिड। एलडीएल कोलेस्ट्रॉल कम करेगा, ब्लड को थिन बनाएगा, हार्ट हेल्दी होते हैं। और ब्रेन के लिए भी अच्छा। भाई स्कूल जाता है ना भाई, इसको रोज 2-2, 3-3 देना। पिज्जा नहीं खाना है भाई, ये खाना है। पिज्जा से पेट निकल जाएगा। तो और ये क्या है? ഇതിൽ ഷുഗർ നമ്മൾ എക്സ്ട്രാ ഇടണമെന്ന് ചോദിച്ചതാണ്. इसमें हनी
जो भी मतलब जैगरी वगैरह डालना है तो डालना है। हनी, यस सर, हनी से बढ़िया कहवा बनेगा, मतलब हनी से कहवा में मजा ये आता है। अभी इसमें क्या डाला है? इसमें भी हनी था ना। നമുക്ക് കഴിച്ചു നോക്കാവോ? ये क्या है सर? आलमंड नहीं, काश्मीरी आलमंड। नहीं नहीं नहीं, इसको बोलते हैं मामरा। मामरा पता है किसको बोलते हैं? मामरा बोलते हैं मेमोरी को, मामरा बोलते हैं आई साइड को। जो आपने सुना है कि बादाम खाने से, इसको खाने से आई साइड बढ़ती है, मेमोरी बढ़ जाती है। क्यों? क्योंकि इसके अंदर क्या होता है मैं बताऊंगा भाई। यहाँ पे किसी को आप लाइक चश्मा किसको नहीं पहनते देखोगे, होता है ओमेगा 6, 60% ओमेगा 6। भाई दिन में क्या 2-3 खाना है, जैसे स्नैक मंचिंग के ये लिए। आलमंड नहीं है क्या? नहीं, इसको बोलते हैं मामरा। आलमंड होता है बड़ा बड़ा कैलिफोर्निया का हाइब्रिड। ये ब्लैक वाला ट्री है ना, हाँ ये वाला हाँ, इसी को कहते हैं कश्मीरी कश्मीरी विल्लो ट्री। ഇവിടെ എല്ലാം ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറിയാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ ആപ്പിൾ ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം മൊത്തം കരിഞ്ഞു ഉണങ്ങിയിരിക്കുകയാണ്. സീസൺ ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റും. കണ്ടില്ല, ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഇടാൽ ഇവിടെയൊക്കെ കണ്ടോ ആപ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് അത് നമ്മളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്, പക്ഷേ ഇപ്പോൾ സീസണല്ല. കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കണ്ടോ. ജസ്റ്റ് कौन सा सीजन में बढ़िया होगा ये? ഒക്ടോബർ നവംബർ. ഒക്ടോബർ നവംബറിലായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്ക് ഐസ് കാണാൻ പറ്റത്തില്ല. ഓക്കെ, സെപ്റ്റംബർ സ്റ്റാർട്ട് ആവും. അപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടല്ലേ. എന്തിനാ? ആപ്പിൾ ആണ് ഗൈസ്. ലുക്സ് ലൈക്ക് ഗോൾഡൻ ആപ്പിൾ. सेब खा के देखो क्या सेब है, सबसे बड़े सेब है। खा बेटा। കോംപ്ലിമെൻ്ററി. അച്ചാ എന്നോടൊന്ന് കാണിച്ചു വെച്ച എക്സ്പ്രഷൻ. നല്ല മധുരമുണ്ട്. यहाँ भी एप्पल पिकल भी है, एप्पल जैम, एप्पल मुरब्बा। ഷിപ്പ് 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 എല്ലാം അങ്ങ് ഉണങ്ങിയിരിക്കുവാണ് കേട്ടോ. കേട്ടോ